ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു മനോഹര എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. കാരണം അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണ്. ഗംഗപ്രസാദ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലൊക്കെ കടന്നാൽ പ്രകാശിന് ഒരു ശബ്ദം കേട്ടിട്ട് അടുക്കളയിലേക്ക് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നല്ലോ. അങ്ങനെ പ്രകാശിന് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തൊട്ടു പിന്നാലെ ബൈജു ഉറങ്ങണോ അത് പോണോ എന്ന സംശയത്തോടെ എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോണിന്റെ ടോർച്ചിന്റെ സഹായത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അപ്പൊ പ്രകാശൻ ആദ്യം അടുക്കളയിലേക്കാണ് പോകുന്നത്. ആ പ്രകാശൻ അടുക്കളയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഗംഗപ്രസാദ് അടുക്കളയിൽ നിന്നിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രകാശൻ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ആരെയും തന്നെ കാണുന്നില്ല. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് കല്യാണിയും കാർത്തിക മുകളിൽ നിന്നിട്ട് നിലത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് ഗംഗപ്രസാദ് സ്റ്റെപ്പിന്റെ സൈഡിൽ ഇങ്ങനെ ഒളിച്ചിങ്ങനെ നിൽക്കുകയാണ് ചെയ്യണത്. അപ്പോഴേക്കും പ്രകാശൻ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അടുക്കളവാതിൽ ആരോ തുറന്നിട്ടുണ്ട്, ആരും ഇവിടെ കയറിയിട്ടുണ്ട്, ലൈറ്റ് ഒന്നും കാണുന്നില്ല, കാർത്തിക മോളെ ലൈറ്റ് എങ്ങനെ ഓൺ ആക്കണത്, ഇവിടെ എവിടെയാ സ്വിച്ച് ബോർഡ്, എവിടെയാ മെയിൻ സ്വിച്ച്, എവിടെയാ പവർ ഓഫ് എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ അത് പുറകിലാന്ന് പറയണം. ആ ബൈജു പറയുന്നുണ്ട്, നിങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങണ്ട, ഞാൻ പോയി നോക്കാം. എടാ ബൈജു, നീ ഒറ്റക്ക് പോണ്ട, ഞാനും വരാം. അത് വേണ്ട പ്രകാശേട്ടാ, പ്രകാശേട്ടൻ ഇവിടെ നിൽക്ക്, അവൻ ഇതിന്റെ ഉള്ളിലാണോ പുറത്താണോ നമുക്ക് അറിയില്ലല്ലോ, എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ വേണ്ടി മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് വേണ്ട ബൈജു പുറത്തേക്ക് പോകുകയാണ്. ആ സമയത്ത് പ്രകാശൻ കല്യാണിടത്തും കാർത്തികടുത്തും പറഞ്ഞിട്ട്, നിങ്ങൾ റൂമിന്റെ ഉള്ളിലേക്ക് പോകും, നിങ്ങൾ എന്തൊക്കെ വന്നാൽ പുറത്തിറങ്ങുന്നത് വേണ്ട അച്ഛൻ, ഞങ്ങളും കൂടി വരാന്ന് പറയുമ്പോൾ പ്രകാശൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ റൂമിന്റെ ഉള്ളിൽ തന്നെ നിന്നേ പറ്റുന്ന വേണ്ടി പ്രകാശൻ രണ്ട് മക്കളെ റൂമിന്റെ ഉള്ളിലേക്ക് കയറ്റി പുറത്തുനിന്ന് ലോക്ക് ചെയ്യാണ്. കാരണം അവര് സേഫ് ആവണം, തനിക്കും തന്റെ ഭാര്യമാർക്കും ഇതിന് പറ്റിയാലും മക്കൾ സുഖമായിട്ട് ജീവിക്കണം, അതിനുവേണ്ടി പ്രകാശൻ അവര് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാണ് ചെയ്യണത്. ശേഷം ലക്ഷ്മിയമ്മടുത്തും അതുപോലെ തന്നെ ദീപടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടെയൊക്കെ നോക്കാന്ന് പറയുമ്പോൾ ദീപ പറയണ്ട, വേണ്ട വേണ്ട, പ്രകാശേട്ടൻ ഒറ്റക്ക് നിൽക്കണ്ട, ഞങ്ങളും കൂടി വരാം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയാണ്. ലക്ഷ്മി പറയണ്ട, അതെ അതെ, പ്രകാശേട്ടൻ ഒന്നും ചെയ്യേണ്ട, അല്ല ബൈജു പുറത്തു പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പ്രകാശൻ പറയുമ്പോ അതിനെയാ ഞാനും നോക്കണത്. അപ്പൊ ബൈജു പുറത്തുനിന്ന് പറയുന്നുണ്ട്, പ്രകാശേട്ടാ ഇവിടെ മെയിൻ സ്വിച്ച് കട്ടാക്കിയിരിക്കുകയാണ്, ലൈന് കട്ടാക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ നീ അകത്തേക്ക് വാടാ എന്ന് പ്രകാശൻ പറയാണ്. അങ്ങനെ ബൈജു അകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ പെട്ടെന്ന് ചെറിയൊരു ഒച്ച കേൾക്കാണ് അടുക്കളയുടെ ഭാഗത്തുനിന്ന്. ആ ഒരു സൈഡിൽ നിന്ന് ഒരു ഒച്ച കേൾക്കുമ്പോഴേക്കും പ്രകാശൻ വീണ്ടും അവരുടെ കയ്യിൽ ആ ഒരു എമർജൻസി ലൈറ്റും അതുപോലെ ഫോണിന്റെ ലൈറ്റും മാത്രമേ ഉള്ളൂ. അത് വെച്ച് അവിടേക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴേക്കും അവിടെയൊന്നും തന്നെ ആരെയും കാണുന്നില്ല കേട്ടോ. അപ്പൊ ആ താഴത്തും മുകളിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിയും ദീപയും കൂടി രണ്ടുപേരും പരസ്പരം കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ആ സമയത്ത് ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ വലിയൊരു കത്തി കേട്ടോ, നമ്മുടെ കൈയിന്റെ വലിപ്പമുള്ള ഒരു കത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുവാണ്. കാരണം ഈ ഇരുട്ടത്ത് ഗംഗപ്രസാദിനും കണ്ണ് കാണുന്നില്ല, ലക്ഷ്മിയാണോ ദീപയാണോ എന്നൊരു മനസ്സിലാവുന്നില്ല. രണ്ട് പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്, അത് ലക്ഷ്മിയും ദീപ ഇതിൽ ആരും ഒരാളാണെന്ന് ഗംഗപ്രസാദിന് അറിയാം, പക്ഷെ ആരാന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഗംഗപ്രസാദ് വിചാരിക്കാണ്, ആരായാലും കുഴപ്പമില്ല, ആരെ കുത്തിയാലും നാളെ നിശ്ചയം മുടങ്ങുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, നാളെ നിശ്ചയം മുടങ്ങാം, അതാണ് ഇപ്പത്തെ മെയിൻ കാര്യം. ഇന്ന് താൻ ഇറങ്ങിയ തന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത് നാളത്തെ നിശ്ചയം മുടക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇല്ലാതാക്കിയാൽ മതി, അത് ആ ബൈജു ആവാതെ വേറെ ആരും ഇല്ലാതാക്കിയാലും ഒരു കുഴപ്പമില്ല എന്ന് ഗംഗപ്രസാദ് മനസ്സിലിങ്ങനെ വിചാരിക്കണം. അങ്ങനെ ഒളിച്ച് തന്നെ അവിടെ നിൽക്കാട്ടോ. അങ്ങനെ പ്രകാശൻ നമ്മുടെ ലക്ഷ്മിയമ്മയുടെയും അതുപോലെ തന്നെ ദീപയുടെ അടുത്തേക്ക് വരുമ്പോ ദീപ ചോദിക്കേണ്ട, മക്കളൊക്കെ സേഫ് ആണ്, അവരെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, നിങ്ങളൊന്നും അകത്തേക്ക് പോകുന്നു പറയാണ്. ഇല്ല, പ്രകാശന്റെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പോവില്ലെന്ന് തന്നെ പറഞ്ഞ ഒരു വാശിക്ക് അവിടെ തന്നെ നിൽക്കുവാട്ടോ. പ്രകാശം പണ്ടെന്ന് നിങ്ങൾ ഇവിടെ നിൽക്കി, ഇവിടുന്ന് ഇവിടെയും പോവല്ലേ, അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പ്രകാശം അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും പെട്ടെന്നൊരു ശബ്ദം കേൾക്കാണ്. ദീപയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ലക്ഷ്മി കൈ വിട്ടിട്ട് അപ്പുറത്തിങ്ങനെ, ദീപ നീ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്തേക്കൊന്ന് നോക്കി വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കാണ്. അപ്പൊ ചെറിയൊരു വെട്ടം പോലെ അവിടെ എവിടെയോ ഒരു ചെറിയൊരു വെട്ടം പോലെ ദീപക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ആ വെട്ടത്തിന്റെ സൈഡിൽ ആരോ നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രകാശനാണ് എന്നാണ് ദീപ വിചാരിക്കണത്. പ്രകാശേട്ടാ എന്ന് വിളിക്കുമ്പോ വിളി കേൾക്കുന്നില്ല. അപ്പൊ ദീപ ശരിക്കും നോക്കുമ്പോഴേക്കും ആ വെളിച്ചത്തിൽ ചെറുതായിട്ട് മുഖം കാണുന്നുണ്ട്. അത് വേറെ ആരുടെ മുഖമല്ല, ഗംഗപ്രസാദിന്റെ മുഖമാണ് ദീപ കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോ തന്നെ ഗംഗപ്രസാദ് ഇങ്ങനെ മുഖം ഇങ്ങനെ വ്യക്തമാണ് ദീപക്ക്. ആ ഗംഗപ്രസാദ് നോക്കുന്നത് ഫുള്ള് ലക്ഷ്മി അമ്മയുടെ നേർക്കാട്ടോ. മാത്രല്ല ഗംഗയുടെ കയ്യിൽ ആ ഒരു കത്തിയുണ്ട്. അപ്പൊ ഗംഗപ്രസാദ് അപ്പോഴേക്കും തന്റെ കയ്യിൽ ചെറിയൊരു ഫോണാണ്, പഴയ ഒരു ചെറിയ ഫോണാണ്, ടച്ചൊന്നും അല്ല. അപ്പൊ അതിന്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഞാന പോലത്തെ ലൈറ്റ് ആണ്. അപ്പൊ ആ ലൈറ്റിന്റെ ചെറിയൊരു വെളിച്ചത്തില് ഗംഗപ്രസാദ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, പിന്നെ കത്തി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്.
അപ്പൊ ദീപയുടെ കയ്യിൽ ഫോൺ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കാണ്, ടോർച്ചിങ് ലൈറ്റ് ഇങ്ങനെ പൊക്കി പിടിച്ചേക്കാണ്. ആ സമയത്ത് നമ്മുടെ ദീപ നോക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് ആ കത്തിയായിട്ട് പതുക്കെ പതുക്കെ പമ്മി വരുവാണ്. അപ്പൊ ലക്ഷ്മിയമ്മ അങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഗംഗപ്രസാദ് ഇങ്ങനെ വരുന്നു, ദീപ് ഇവിടെ നിൽക്കുന്നു, ലക്ഷ്മിയമ്മ ഇവിടെ നിൽക്കുന്നു, ഒത്ത നടുക്ക് ഗംഗപ്രസാദ്. അപ്പൊ അയാള് ഇങ്ങനെ ഗംഗ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കത്തിയായിട്ട് ഇങ്ങനെ പമ്മി ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ദീപ അവിടെ നിന്ന്, അതായത് കുറച്ച് ദൂരെ നിന്നുണ്ട്, ദൂരെ നിന്ന് 10 മീറ്റർ ദൂരെയാണ്, അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്മി തിരിയുമ്പോ തന്നെ, അങ്ങനെ ലക്ഷ്മി ഇങ്ങനെ തിരിയുമ്പോ തന്നെ ആ ഒരു ചെറിയൊരു സെക്കൻഡുകൾ തന്നെ ഗംഗപ്രസാദ് കത്തിയായിട്ട് ലക്ഷ്മിയുടെ വയറ്റിലിട്ട് തന്നെ ഇങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങനെ കുത്തുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഈ ലക്ഷ്മിയെ പിടിച്ച് തള്ളി മാറ്റാണ് ദീപ. തള്ളി മാറ്റുമ്പോഴേക്കും ദീപയുടെ വയറ്റിലിട്ടാണ് കുത്ത് കിട്ടുന്നത്. അത് സാധാരണ ഒരു കുത്തല്ല, ഗംഗപ്രസാദ് 1ഉം 2ഉം പ്രാവശ്യം ഇങ്ങനെ അതായത് ലക്ഷ്മി അമ്മ മരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ കുത്തുന്നുണ്ട്. അപ്പൊ ആരാന്ന് ഗംഗപ്രസാദിന് അറിയില്ല, ശരിക്കും കുത്തു കൊണ്ടിട്ടുണ്ടെന്ന് മാത്രം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദ് ആ കത്തി അവിടെ നിലത്തിട്ടതിനു ശേഷം പുറത്തേക്ക് ഓടുവാണ്. പെട്ടെന്ന് ദീപ അയ്യോ പ്രകാശ് ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ തന്നെ ലക്ഷ്മി അമ്മ ഇങ്ങനെ കരയുന്നുണ്ട്, ദീപേ എഴുന്നേക്കടി ഇടി ദീപേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കാണ്. പ്രകാശിനെ കാര്യം മനസ്സിലായി, ആർക്ക് കുത്തു കൊണ്ടിട്ടുണ്ട്, ദീപക്ക് കുത്തു കൊണ്ടിട്ടുണ്ട്. കാരണം പ്രകാശിനെ ലക്ഷ്മിനെക്കാളും കുറച്ചുകൂടി ഒരു അടുപ്പം ദീപയെടുത്താണ്. കാരണം വേറൊന്നല്ല, പ്രകാശിന് 26 വർഷം ദീപയുടെ കൂടെ, 27 വർഷം ദീപയുടെ കൂടെയാണല്ലോ ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകാശിന് ആ ശബ്ദം കേൾക്കുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ദീപയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. ഇരുട്ടായോണ്ട് കാണുന്നില്ല, ഈശ്വര അവൾക്കൊന്നും പറ്റില്ലെന്ന് പേടിച്ച് പ്രകാശിന്റെ ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പ്രകാശിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തൊങ്കി ഇങ്ങനെ വരികയാണ്. പെട്ടെന്ന് അപ്പോഴേക്കും നോക്കുമ്പോഴേക്കും ലക്ഷ്മിയുടെ കയ്യിൽ ജീവന് വേണ്ടി ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുകയാണ് ദീപ. അപ്പൊ പ്രകാശിന്റെ ദീപ എഴുന്നേക്കടി ദീപേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഈശ്വര ബൈജു വണ്ടി എടുക്കടാന്ന് പറയാണ്. പ്രകാശേട്ടാ എന്നെ എവിടെയും കൊണ്ടുപോകണ്ട എന്ന് ദീപ പറയാണ്. മക്കളൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശിന് അപ്പൊ ഗംഗപ്രസാദ് പോയെന്ന് മനസ്സിലായി. പ്രകാശിന് അപ്പൊ തന്നെ മുകളിൽ പോയിട്ട് വാതിൽ തുറക്കാണ്. കാർത്തികയും അതുപോലെ തന്നെ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മയുടെ ശബ്ദം കേട്ടു അച്ഛൻ, എന്ത് പറ്റി അച്ഛന്ന് കല്യാണി ചോദിക്കുമ്പോ മോളെ അമ്മ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പ്രകാശിനെ കാർത്തികനൊന്ന് സൂക്ഷിച്ചു നോക്കി കരഞ്ഞുകൊണ്ട് ഓടി താഴത്തേക്ക് പോകുമ്പോഴേക്കും ദീപ ജീവന് വേണ്ടി ഇങ്ങനെ പെടയാണ്. അതായത് ദീപടുത്ത് പറഞ്ഞു, മാമ ആശുപത്രി പോവാന്ന് പറയുമ്പോ വേണ്ട മോളെ, ഇനി അമ്മ ആശുപത്രി പോയാലും ജീവനൊന്നും നിലനിൽക്കില്ല, അമ്മ പോകുവാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി, എന്റെ മോൾ ആഗ്രഹിച്ച പോലെ. ഞാനിപ്പോ ഞാൻ ഒരു സമയം വരെ ഞാൻ മോളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പോയാലും മോളെ സ്നേഹിക്കാൻ മോളുടെ അച്ഛനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോളുടെ അച്ഛന്റെ കയ്യിൽ മോളെ ഏൽപ്പിച്ചിട്ട് അമ്മക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം. അപ്പൊ പ്രകാശം പറയണ്ടേ, ദീപ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ, ലക്ഷ്മി അവളെ പൊക്കെന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ ഇങ്ങനെ പൊക്കുന്നുണ്ട്. പൊക്കിയെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ദീപ എന്ന് പറഞ്ഞ കഥാപാത്രം മരിക്കും തന്നെയാണ് ഞാൻ അറിഞ്ഞ കേട്ടോ. പക്ഷെ അറിയില്ല, ഞാൻ പ്രൊമോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ മരിക്കുമെന്ന് തന്നെ ആ രീതി തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് നാളായി പ്രകാശിനെ കുത്തുന്നു, കാർത്തികനെ കുത്തുന്നു, ലക്ഷ്മിയമ്മേനെ കുത്തുന്നു, ചന്ദ്രസേനൻ, കിരൺ എല്ലാവരും കുത്തി ആരും മരിക്കുന്നില്ലല്ലോ. പക്ഷെ ദീപ എന്ന ക്യാരക്ടർ നാളത്തെ ആ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ദീപ ശരിക്കും പറഞ്ഞാല് ഒരു മരണത്തിന്റെ വക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. കല്യാണി പ്രകാശനൊക്കെ ആകെ വിഷമിച്ച് പൊട്ടിക്കരയാണ്. അങ്ങനെ മറ്റന്നാളത്തെ വിവാഹ നിശ്ചയം മുടങ്ങുന്നുണ്ട്. ഗംഗപ്രസാദ് അവിടെ നിന്ന് ഓടി അപ്പൊ തന്നെ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഒറിജിനൽ എപ്പിസോഡ് ഉച്ചയ്ക്ക് മുമ്പ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ഇടുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.